എനിക്കറിയാം. ഒരു പത്രം ഒരു വിധത്തിലെഴുതും, വേറൊരു പത്രം വേറെ വിധത്തിലെഴുതും. ഇങ്ങനെ ഓരോ പത്രത്തിനും അത് എത്ര പത്രമുണ്ടോ അത്രയും വ്യത്യസ്തമായ രീതിയിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പം വാർത്തകൾ ടെലിവിഷനിൽ മിക്കവാറും എല്ലാവർക്കും ഒരുപോലെ തന്നെ കൊടുക്കാൻ കഴിയുള്ളൂ. ഏതെങ്കിലും സംഭവം നടന്നാൽ അതിനൊരു മറുവശം ഉണ്ടെങ്കിൽ അത് അവഗണിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ട്. ഇത് പക്ഷെ പത്രത്തിന് തന്നെയും പാലിക്കേണ്ട ഒരു ധർമ്മമാണ്. പക്ഷെ അത് നമ്മൾ പാലിക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഈ രണ്ട് മേഖലയിലും പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലക്ക് ഈ പ്രിൻ്റഡ് മീഡിയയും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയും ഇത് സ്വാധീനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും സ്വാധീനം ഇത് തന്നെ ഒരു സ്വാധീനമാണ്. അതായത് ഒരു വാർത്തയ്ക്ക് വിശ്വാസ്യത വേണം എന്നുള്ളത് നമ്മുടെ പത്രങ്ങളെ പഠിപ്പിച്ചത് ടെലിവിഷനാണ്. കാരണം അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അത് ആ വിശ്വാസ്യത വിശ്വാസ്യത ഇല്ലാത്തൊരു വാർത്തയും ആളുകൾ കാണാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് ടെലിവിഷൻ മറുവശവും കൂടി കൊടുക്കുന്നു. അതിനിടയിലൊരു ചോദിച്ചോട്ടെ, അതേസമയം തന്നെ ടെലിവിഷനെ കുറിച്ച് വ്യാപകമായ പരാതിയുള്ളത് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ആധികാരികതയിലേക്ക് കടക്കുന്നതിന് മുൻപ് ജനങ്ങളെ അങ്ങനെ നൽകുന്നൊരു മീഡിയ ആയിട്ട് വിഷ്വൽ മീഡിയ വിമർശിക്കപ്പെടാനുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അത് മാധ്യമത്തിൻ്റെ പ്രത്യേകതയാണ്. അത് ഒരു പത്രം എന്ന് പറഞ്ഞാൽ അത് അച്ചടിച്ച് നിങ്ങളുടെ മേശപ്പുറത്ത് കിടക്കും. ഇന്ന് രാവിലെ വന്ന് വീണ പത്രമാണെങ്കിലും അത് വൈകുന്നേരം വരെയും രാത്രി വരെയും ഒക്കെ ആ വാർത്തയുമായിട്ട് ആ പത്രം നിങ്ങളുടെ മേശപ്പുറത്ത് കൊടുക്കും. രാത്രി നോക്കുമ്പോൾ അത് അവിടെ അങ്ങനെ കാണും. ടെലിവിഷനിൽ അങ്ങനെയല്ല, അത് കാറ്റത്ത് പറഞ്ഞ വാർത്തയാണ്. ഒരു ചെറിയ കാറ്റത്ത് വന്ന് വീണ വാർത്തയാണെങ്കിൽ അടുത്തൊരു ചെറിയ കാറ്റത്ത് അല്ലെങ്കിൽ അതിനേക്കാളും നല്ലൊരു കാറ്റ് വരുമ്പം ഈ വാർത്ത അങ്ങ് പാറിപ്പോവും. മനുഷ്യൻ്റെ ഓർമ്മ സംബന്ധിച്ച് പറയാറുണ്ടല്ലോ, അത് മനുഷ്യൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. ഇപ്പോൾ അത് സെക്കൻഡുകളെ അതിനായുസുള്ളൂ. ടെലിവിഷൻ വന്നതോടുകൂടി മനുഷ്യൻ്റെ ഓർമ്മകൾക്കിപ്പം സെക്കൻഡുകളുടെ ആയുസുള്ളൂ. അപ്പോൾ ഈ വിഷ്വൽ മീഡിയക്ക് ഈ ആധികാരികതയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയാവാമെന്നാണോ അത് പറഞ്ഞത്? ആവാമെന്നല്ല, ആവാൻ പാടില്ലാത്തതാണ്. പക്ഷേ ആയതുകൊണ്ട് ആ മാധ്യമത്തിന് വിശ്വസിച്ച് മേന്മയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് നമ്മളുടെ ദൈനംദിന അനുഭവമാണ്. ഒരു മാധ്യമം, ടെലിവിഷൻ മാധ്യമം അങ്ങനെ ഒരു ആധികാരികത പുലർത്താൻ ശ്രമിച്ചാൽ അതിൻ്റെ നാശം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് പരസ്യം കൊണ്ട് നിൽക്കുന്ന ഒന്നാണ്. പരസ്യം കൊണ്ട് നിൽക്കുന്നതിനെ നേരത്തെ പറഞ്ഞ മറുവശം എന്നുള്ള ആ ഒരു സംഗതി ഉണ്ടെങ്കിൽ പോലും ആളുകളെ പിടിച്ച് നിർത്തുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ മാതിരി വിവാദങ്ങൾ. പക്ഷേ വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ മുഷിഞ്ഞ് അളിഞ്ഞ് ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു തോതിൽ എത്തിപ്പോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും രീതിയിൽ അതിന് തുണി ഉരിഞ്ഞിട്ടാണെങ്കിലും ആളുകളെ ആകർഷിക്കുക എന്നുള്ളത് ഈ ടെലിവിഷൻ്റെ അതിനി മാന്യതയൊന്നും വരാനൊന്നും തോന്നുന്നില്ല. ടെലിവിഷൻ ഇതിലും ഭേദപ്പെട്ടൊരു ടെലിവിഷൻ വാർത്തയോ അല്ലെങ്കിൽ ടെലിവിഷൻ പ്രോഗ്രാമോ നമുക്ക് വരാനൊന്നും പോകുന്നില്ല. ഇതിലും വഷളായിട്ട് ഇനി പോകാൻ പോകുന്നു. കാരണം ആ മാതിരി കോമ്പറ്റീഷന് ദിവസം ചെല്ലുന്തോറും ചാനലുകൾ പിറക്കുകയാണ്. അവയ്ക്ക് എങ്ങനെയാണ് മാന്യമായ വാർത്തകളും അന്തസ്സായ റിപ്പോർട്ടിങ്ങും ഒക്കെ ആയിട്ട് നിലനിൽക്കാൻ കഴിയും? സാധ്യമല്ല. അവർക്ക് പരസ്യം കിട്ടുന്നത് റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. റേറ്റിങ്ങിനെ സംബന്ധിച്ച് എന്തൊക്കെ പരാതികളുണ്ടെങ്കിലും ഈ കമേഴ്ഷ്യൽ റേറ്റിംഗ് അതിന് ഒരു പ്രധാന വശമാണ്. പരസ്യം ഒരു മാധ്യമം എന്നുള്ള നിലയിൽ വിഷ്വൽ മീഡിയയും പ്രിൻ്റഡ് മീഡിയയും മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഇതിൽ ഏത് മീഡിയയെ സ്വീകരിക്കും? തീർച്ചയായിട്ടും പ്രിൻ്റ് മീഡിയയിൽ മാത്രമേ നമ്മൾക്ക് വിശ്വസിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഒരു തൃപ്തി, ഒരു ലേഖകനാണെങ്കിൽ പോലും, റിപ്പോർട്ടർക്കാണെങ്കിൽ പോലും ഒരു ധാരണയോടുകൂടി താൻ അധ്വാനിച്ച് താൻ ഗവേഷണം നടത്തി സമ്പാദിച്ച വിവരങ്ങൾ വായനക്കാരന് കൊടുക്കാൻ പ്രിൻ്റ് മീഡിയയിലൂടെ കഴിയുള്ളൂ. മാധ്യമം ടി വിയിലാണെങ്കിൽ അയാൾ എത്ര അധ്വാനിച്ചാലും ഏതാനും സെക്കൻഡുകൾ മാത്രമേ അത് കൊടുക്കാൻ കഴിയുള്ളൂ. ആ സെക്കൻഡ് ഒരു പ്രേക്ഷകൻ നിങ്ങളുടെ ഈ പ്രത്യേക വാർത്തയ്ക്ക് മാത്രമായിട്ട് എല്ലാ നിലക്കും മനസ്സ് സജ്ജമാക്കി നിൽക്കണ്ടേ? അയാൾ കാഷ്വലായിട്ടായിരിക്കും ടി വി തുറന്നാൽ നിങ്ങളുടെ വാർത്ത കാണുന്നത്. ആ സമയത്ത് നിങ്ങളതിൽ എന്ത് എഫർട്ട് എടുത്തിട്ടുണ്ട്, എന്ത് ഗവേഷണം നടത്തിയിട്ടുണ്ട്
എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു വസ്തുത കണ്ടെത്തി വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് ആ പ്രേക്ഷകൻ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അയാൾക്ക് ആ ഒരു നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ട് അയാൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. താങ്കൾക്ക് അത് പലപ്പോഴും വൃഥാ വ്യായാമമാണ്. ടി വിയിലെ പ്രവർത്തകരുടെ അധ്വാനം, ഡെഡിക്കേഷൻ മിക്കപ്പോഴും വൃഥാ വ്യായാമമാണ്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്ത് സംഭാവനകളാണ്, ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട സംഭാവനകൾ, എടുത്തു പറയാവുന്ന സംഭാവനകൾ എന്താണ് താങ്കളോട് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാനൊക്കെ ശ്രമിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ പ്രാദേശിക റിപ്പോർട്ടുകളാണ് അധികവും ഞാൻ കൈകാര്യം ചെയ്തിരുന്നത്. ഡെസ്കിലിരുന്നുകൊണ്ട് രാത്രിയിൽ ധാരാളം ദിവസങ്ങളും ഞാൻ രാത്രിയിലാണ് ജോലി ചെയ്തിരുന്നത്. അറിയപ്പെടാത്ത പ്രദേശങ്ങളിൽ അറിയപ്പെടാത്ത ജനങ്ങൾ നടത്തിയിട്ടുള്ള നിസ്സാരം എന്ന് നമ്മൾ ഇപ്പോൾ പരിഗണിച്ചേക്കാവുന്ന തരത്തിലുള്ള ചെറിയ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ, ഒരു ക്ലബ്ബ് ആരംഭിച്ചതിൻ്റെ, അല്ലെങ്കിൽ ഒരു വായനശാലയുടെ 4ാം വാർഷികം കൊണ്ടാടിയതിൻ്റെ, ഇങ്ങനെയൊക്കെയുള്ള നിസ്സാരമായ പ്രവർത്തനങ്ങളുടെ വാർത്തകളാണ് പലപ്പോഴും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു റൊട്ടീൻ വാർത്ത എന്നുള്ള നിലക്ക് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ആ പ്രദേശത്തുകാർക്ക് അത് ഒരു പത്രത്തിൽ അക്കാലത്ത് അച്ചടിച്ച് വരുന്നത് ഒരു വലിയ ഉന്മേഷം നൽകും. പിന്നെയും ആ വായനശാലയുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് പ്രചോദനം നൽകും. ഒരു ഇന്നയാൾ നന്ദി പറഞ്ഞു എന്നുള്ള ആ ഒരു പരാമർശം പോലും ആ ഒരു ചെറുപ്പക്കാരനെ ഒരു അംഗീകാരത്തിൻ്റെ ഒരു, നമ്മൾ പൊന്നാട അണിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയുള്ളൊരു അപമാനിക്കലല്ല, ഇത് അവർക്കൊരു ആദരമായിട്ട്, ഒരു പ്രചോദനമായിട്ട് വർത്തിക്കും. ഇങ്ങനെയുള്ള 100,000 വാർത്തകൾ, ചെറിയ നുറുങ്ങ് വാർത്തകൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും സിനിമയെ സംബന്ധിച്ച് ഇങ്ങനെയും സിനിമ ഉണ്ട് എന്നുള്ളത് മലയാളികൾക്ക് ഇടയിൽ പ്രചരിപ്പിക്കാൻ, ഒരു ധാരണ വ്യാപകമാക്കാൻ ഒരു പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സംഭവം. മാധ്യമരംഗത്ത് കാലത്തിൻ്റെ മാറ്റം വളരെ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ രംഗത്ത്, സാങ്കേതിക രംഗത്ത് ഒക്കെ തന്നെ വിപ്ലവകരമായ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ്, ഏതാണ്ട് 3.5 പതിറ്റാണ്ടോളമായി പത്രപ്രവർത്തന രംഗത്തുള്ളൊരു മുതിർന്ന പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അന്നത്തെയും ഇന്നത്തെയും മാധ്യമങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്, മാധ്യമരംഗത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ആശങ്കകൾക്ക് ഇടമുണ്ടോ? എങ്ങനെയാണ് അവർ കാണുന്നത്? മാധ്യമരംഗത്ത് ലാഘവത്വം അങ്ങേയറ്റം വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എത്ര കടുംപിടുത്തത്തോടു കൂടി, എത്ര പിരിമുറുക്കത്തോടു കൂടിയാണ് ഞാൻ ആ കാലത്ത് ജോലി ചെയ്തിരുന്നത്. ഒരു വാക്ക് തെറ്റിപ്പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ആളുടെ പേര് മാറിപ്പോകാതിരിക്കാൻ, ചിത്രത്തിൽ വരുന്ന ക്യാപ്ഷൻ മാറിപ്പോകാതിരിക്കാൻ ഒക്കെ എത്ര സൂക്ഷ്മമായിട്ട് നമ്മളന്ന് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഇന്നലെ കിട്ടിയൊരു പത്രത്തിൽ കോഴിക്കോട് ജില്ലാ CMP ഓഫീസ് CPIM ജില്ലാ സെക്രട്ടറി വി മോഹനൻ ഉദ്ഘാടനം ചെയ്യും എന്നൊരു വാർത്ത വന്നു. അത് വന്നപ്പോൾ തന്നെ ഞാൻ അന്തം വിട്ടുപോയി. CMPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് CPIM ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുകയോ എന്നുള്ളത് ആകെ ആശയക്കുഴപ്പത്തിലായി. പക്ഷേ ഇന്ന് വാർത്ത വന്നപ്പോൾ കാണുന്നത് അത് CMPയുടെ തന്നെ സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വാർത്ത ഇങ്ങനെ ഒരു പിശക് വരാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ അന്ന് പ്രൂഫ് വായിക്കും, പിന്നെ അതിൻ്റെ മേലെ പേജ് പ്രൂഫ് വായിക്കും, എന്നിട്ട് പിന്നീട് അന്ന് ഓഫ്സെറ്റ് ഇതിൽ ടിഷ്യൂ പ്രൂഫ് പോലും വായിച്ചു പോവുമായിരുന്നു. ഇന്നിപ്പോൾ തലക്കെട്ടുകളിൽ പിശകുകൾ വരുന്നു, ഇതുപോലെ ഉള്ളടക്കത്തിൽ വലിയ പിശകുകൾ വരുന്നു, വാക്കുകളുടെ പിശകുകൾ എത്രയെങ്കിലും സുലഭം. ഇങ്ങനെ ഇതിൻ്റെ വിശദാംശങ്ങളിലുള്ള ലാഘവത്വമാണെങ്കിൽ മൊത്തത്തിൽ നമ്മൾ കൊടുക്കുന്ന വസ്തുതകളെ സംബന്ധിച്ചുള്ള അശ്രദ്ധ, അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ അഭിസംബോധന ചെയ്യുന്നത് അവരെ സംബന്ധിച്ചുള്ള ഒരു പരിഗണനയില്ലായ്മ, പിന്നെ തീർച്ചയായിട്ടും ഈ കമേഴ്ഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ
ഒരു ഉൽപ്പന്നത്തെ സംബന്ധിച്ചുള്ള ഒരു പത്ര റിപ്പോർട്ടാണെങ്കിൽ അത് ആ വ്യാപാരി പറയുന്ന അല്ലെങ്കിൽ ആ വ്യവസായി പറയുന്ന അതേ സ്വരത്തിൽ എന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നൊക്കെ പറയുമ്പോൾ ഒരു വാക്കിൻ്റെ പൊരുളെന്താണ്? ഇനി അതിൽ കറയില്ല, ഇനി അതിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം അവകാശപ്പെട്ടു എന്നുള്ളൊരു വാക്കാണ് അവിടെ വേണ്ടത്. അതിൻ്റെ സ്ഥാനത്താണ് നമ്മൾ വ്യക്തമാക്കി എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഇത് ഒരു പക്ഷേ സഹജമായിട്ടുള്ളൊരു പ്രവണതയാവാം, ബയോളജിക്കലായിട്ടുള്ള ഒരു എന്നതുപോലെ വാസന എന്നതുപോലെ ഇപ്പോഴത്തെ മാധ്യമത്തിൻ്റെ സഹജമായ ഒരു പ്രകടനമാവാം അത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ മാധ്യമം ഒരു വ്യവസായ സ്വഭാവം ആർജിച്ച ഒരു മാധ്യമമാണ്. അതിൻ്റെ സഹജമായൊരു ആവിഷ്കാരമാണ് നടക്കുന്നത് എന്നാണ് തോന്നുന്നത്. പക്ഷേ എന്നാൽ പോലും മാധ്യമങ്ങൾ അല്ലാതെ ഈ നമ്മുടെ പൗരജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേറെ ഒരു മാധ്യമം, വേറൊരു വഴി അതിന് നമ്മുടെ കൺവെൻഷണൽ മാധ്യമങ്ങൾ തന്നെ ആയിക്കൊള്ളുന്നില്ല. സോഷ്യൽ മീഡിയ എല്ലാം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അല്ലാതെ ഇതിന് വേറെ പൗരജീവിതത്തിൽ അന്വേഷണീയമായൊരു സംഗതിയാണ് മാധ്യമങ്ങൾ. അതിൽ പ്രതീക്ഷ അർപ്പിക്കാതെ നമുക്ക് നിർവാഹമില്ല. ഇപ്പോൾ ഇത്രയും പറഞ്ഞു വന്നത് പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്ന തലമുറ ഒരു പ്രതിബദ്ധത കുറയുന്നു എന്നുള്ളതാണോ അതിൻ്റെ ആകെത്തുക? പ്രതിബദ്ധത കുറയുന്നു എന്നതിനേക്കാൾ ഇങ്ങനെ ഒരു പ്രവണത നിലവിലുണ്ട്. ഈ ഒരു പ്രവണതയിലാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. പക്ഷേ ഇതിനെ നമ്മൾ ബോധപൂർവം മുറിച്ച് കിടക്കണം. ഇതാണ് ജനറൽ ട്രെൻഡ്. മാധ്യമരംഗത്തെ ഇപ്പോഴത്തെ ജനറൽ ട്രെൻഡ് ഇതാണ്. ഇതിലപ്പുറം പ്രതീക്ഷിക്കുന്നില്ല മാധ്യമ സ്ഥാപനങ്ങൾ. സൊസൈറ്റി പോലും പൊതുവായിട്ട് ഇതിലപ്പുറം പ്രതീക്ഷിക്കുന്നില്ല. മുമ്പാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള പിഴവുകൾ എങ്ങാനും വന്നു പോയാൽ 1000 ഫോൺ അന്ന് പത്രാഫീസിലേക്ക് എത്തുമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ആ പത്രത്തിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ആ വാർത്ത വന്ന പത്രത്തിലേക്ക് ആരെങ്കിലും അങ്ങനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പതിറ്റാണ്ടുകളുടെ വിലപ്പെട്ട കനപ്പെട്ട പത്രപ്രവർത്തക അനുഭവങ്ങൾ അത് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന് വളരെയേറെ നന്ദി. നമസ്കാരം.